ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പീരുമേട് ടൗണിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് പീരുമേട് തഹസീൽദാറും AROയുമായ വി സന്തോഷ് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സത്യവാചകം ചൊല്ലി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു. പീരുമേട് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ഞാൻ നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി പീരുമേട് നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മുരടിപ്പ് മാറ്റി പീരുമേടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് വളരെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദീർഘകാലമായി പീരുമേട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരിൽ ഒരാളായി അവരുടെ സഹോദരനായി പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീരുമേട്ടിൻ്റെ തോട്ടം മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ഭൂമി വിഷയങ്ങളും ടൂറിസം മേഖലയിലും ഒക്കെയുള്ള വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളുമൊക്കെ അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ പീരുമേട്ടിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളും. പീരുമേട്ടിലെ ജനങ്ങൾക്ക് ഒപ്പം നിലകൊള്ളും. എനിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. അതിനുവേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപുറം, ആന്റണി ആലഞ്ചേരി, TH അബ്ദുൾ സമദ് എന്നിവർക്കൊപ്പമാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.